മലയാളീസ്. ഇന്ന് ആക്ച്വലി ഞാൻ മൊത്തത്തിലൊരു മൂഡിയായിരുന്നു. എനിക്ക് വ്ലോഗ് ഇന്ന് പോകുമ്പോൾ എടുക്കാൻ തന്നെ ഒരു മൈൻഡ് ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ 9 വർഷത്തെ ജേർണിയിൽ ഞാൻ ഫാഷൻ ഷോയ്ക്ക് പോകുന്നു എന്ന് പറയുന്നു. അപ്പോൾ വീട്ടിൽ അമ്മയ്ക്കറിയാം, അച്ഛനറിയാം, ചേച്ചിക്കറിയാം. അല്ലാത്ത പക്ഷം ആരും എൻ്റെ കൂടെ വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു ഫാഷൻ ഷോസിൽ ഈ 9 വർഷം ഞാൻ എങ്ങനെയായിരുന്നു, എന്തായിരുന്നു, എൻ്റെ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞില്ലെങ്കിൽ പിന്നെ എൻ്റെ ഒരു ഇറ്റ്സ് മീ ഗൂഗിള എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതിൽ ഒരു അർത്ഥമുണ്ട്. മേക്കപ്പ് ഇൻഡസ്ട്രി ഞാനിപ്പോൾ ഒരു നിയർ ടു 1 ഇയർ ആകാൻ പോകുന്നു. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണ്. ഓൺ ആൻഡ് ഓഫ് ആയിരുന്നു. കാരണം ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് എൻ്റെ ഇൻഡസ്ട്രിയിലായിരുന്നതുകൊണ്ട്. ഞാനിപ്പം കുറേ നാളുകളായിട്ട് വർക്ക് വരുമ്പോൾ ഉണ്ടോ ശരി ഓക്കെ എന്ന് പറഞ്ഞു പോകുന്നു, ചെയ്യുന്നു, വരുന്നു. ആ ഒരു ആദ്യമുണ്ടായ ആവേശം എനിക്കിപ്പോൾ ഇല്ല. പക്ഷെ ഇതിനോടുള്ള പാഷനാണ് വീണ്ടും ഞാനിതിൽ തന്നെ നിലനിൽക്കുന്നത് കേട്ടോ. പക്ഷെ നമുക്ക് മോഡൽസിന് കിട്ടുന്ന ഒരു പേയ്മെൻ്റ് ആയിക്കോട്ടെ എല്ലാം കുറച്ചും കൂടെ ഒരുപാട് അപ്ഗ്രേഡ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു. പക്ഷേ ഇനിയും കുറച്ചും കൂടെയൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരണം. അത് എവിടെ നിന്ന് തുടങ്ങണം? അത് ആളുകളുടെ ആണോ, ക്ലയൻറ്റിൻ്റെ ചിന്താഗതിയാണോ മാറ്റേണ്ടത്? ഇതെവിടെയാണ് മാറ്റം കൊണ്ടുവരേണ്ടത്? നമുക്ക് കിട്ടുന്ന പേയ്മെൻറ്റ് നമ്മുടെ ലൈഫ് സ്റ്റൈലും കൂടെ മാച്ച് ആവുന്നില്ല. നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ അതൊന്നും തികയാതെ വരുന്നൊരു സാഹചര്യമാണ്. എനിക്കറിയില്ല, ഇന്ന് എനിക്ക് വ്ലോഗ് എടുക്കണമെന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഫാഷൻ ഷോയിൽ എങ്ങനെയാണ് അതിൻ്റെ ബാക്ക് സ്റ്റേജ് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു പോയില്ലെങ്കിൽ പിന്നെ ഒരിക്കലും അത് ആരും അറിയാതെ പോകും. ഇപ്പം എൻ്റെ ഫാമിലി മാത്രം അറിയുന്നൊരു കാര്യമേ അത് മാറും. അതുകൊണ്ടാണ് എനിക്ക് എന്തായാലും എടുക്കണമെന്ന് തോന്നിയതും. എനിക്കെന്തോ ഒരു മൂഡൊന്നും ഒട്ടും ശരിയല്ല. ഐ ഫീൽ സോ അലോൺ. കാരണം അമ്മയ്ക്ക് വയ്യ. അമ്മയ്ക്ക് കണ്ണിന് കുറച്ച് പെയിനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ചെറിയ സ്വെല്ലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ചേച്ചിയുടെ കൊച്ചിന് വായിൽ ഫുള്ളും പുണ്ണ് വന്ന് ബേണായി. അപ്പോൾ അച്ഛൻ ഓൾറെഡി യൂട്രസ് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓക്കെ ആയി. നല്ല ഇടയ്ക്കിടയ്ക്ക് ആവുന്നുണ്ട്. പ്രായമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചന. പിന്നെ ചെറിയ കുട്ടിക്ക് അപ്പം എനിക്ക് അങ്ങനെയാണ്. എൻ്റെ ഫാമിലിയാണ് എൻ്റെ വീക്ക്നെസ്. ദൈവം തീർച്ചയായിട്ടും അന്നും ഒന്നും കൂടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇടയിലുള്ള ഈ സഹനങ്ങൾ സഹിക്കാൻ എനിക്ക് ചില സമയത്ത് പറ്റാറില്ല. പിന്നെ മൊത്തത്തിലൊരു ഒറ്റപ്പെടലായിരുന്നു. അമ്മയെ പറ്റി ട്രിവാൻഡ്രത്താണ്, പോകണം, കുറച്ച് നേരം അമ്മയെ ഒന്ന് കെട്ടിപ്പിടിക്കണം, കുറച്ച് നേരം അമ്മയായിട്ടൊന്ന് സ്പെൻഡ് ചെയ്യണം. അല്ലെങ്കിൽ മോസ്റ്റ്ലി അമ്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരാറുണ്ട്. പക്ഷേ ഇപ്പം അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് ഞാൻ പിന്നെ ഫോഴ്സ് ചെയ്തില്ല. അപ്പോൾ പറഞ്ഞു വന്നത് ഒരു 9 വർഷത്തിൽ എനിക്ക് തോന്നുന്നു സ്പോർട്സിലായിരുന്നാലും എന്നോട് എല്ലാവരും പറഞ്ഞു ഒരു ഇൻഡിവിജ്വൽ ഗെയിം ചൂസ് ചെയ്താൽ പോരായിരുന്നു. കാരണം ഒരു ഗ്രൂപ്പ് ഗെയിമാണ് ഞാൻ ചൂസ് ചെയ്തത്. മോഡലിംഗ് ഇൻഡസ്ട്രി ചൂസ് ചെയ്തപ്പോഴും ആദ്യം എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. പിന്നെ ഈ റാം വോക്ക് എന്ന് പറയുന്ന ഒരു വേർഷൻ, എനിക്ക് 5.6 ആണ് എൻ്റെ ഹൈറ്റ്. അപ്പോൾ അതുമല്ലാണ്ട് എനിക്ക് കേരളത്തിൽ നിന്ന് തന്നെ എൻ്റെ ഫാമിലിയായിട്ട് എനിക്ക് വിട്ടുപോയി ഡൽഹി, മുംബൈ അവിടെയൊന്നും ചെയ്യാൻ, അവിടെയാണ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലെന്ന് മോഡലിംഗ് ഇൻഡസ്ട്രി ചൂസ് ചെയ്യുന്ന എല്ലാവരും കേട്ട് പഴകിയ തഴമ്പിച്ചൊരു വാക്കുകളാണ്. അപ്പം എനിക്കതിനോട് താല്പര്യമില്ല. കേരളത്തിൽ എന്തുകൊണ്ട് ഉണ്ടായിക്കൂടാ? ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് പ്രൗഡായിട്ട് അങ്ങ് കേരളത്തിനെ പൊക്കി അങ്ങ് പറയും. അത് തന്നെയാണ് സത്യം എന്ന് തന്നെയാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. പക്ഷെ എന്നാലും മലയാളികൾക്ക് അവസരങ്ങളുണ്ടോ എന്നുള്ളത് ഭയങ്കര ഒരു ചോദ്യചിഹ്നമാണ്. ഔട്ട്സൈഡിൽ നിന്ന് കുറേ പേരെ കൊണ്ടുവന്ന് ഷോസ് ഒരുപാട് ചെയ്യുന്നുണ്ട്. അത് ഓർഗനൈസ് ചെയ്യുന്നവരെയോ ആരുടെയും തെറ്റല്ല അത് മൊത്തത്തിൽ സിസ്റ്റം തന്നെ മാറണം. അതിന് നമ്മൾ ഒരാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഞാൻ പോകുന്ന ശുഭിച്ചേൻ്റെ ഷോയ്ക്കാണ്. ഐ എം റിയലി ഹാപ്പി. 8 വർഷം, 9 വർഷമാണ്. 9 വർഷത്തിലും ചേട്ടൻ്റെ ഏതൊരു ഷോയിലും ചേട്ടൻ എന്നെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഐ റിയലി ഹാപ്പി ഫോർ ഇറ്റ്. അപ്പം മലയാളി മോഡൽസിന് ചേട്ടൻ എപ്പോഴും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. ഹലോ മലയാളീസ്, സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഹൈലൈറ്റ് മാളിലാണ് ഞാൻ പോകുന്നത്. അവിടെ കപ്പിൾ ഓഫ് ദി ഇയറിനെ ചൂസ് ചെയ്യാണ്. വാലന്റൈൻസ് ഡേ 14-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം എത്തിയാൽ മതി എന്ന് പറഞ്ഞു ആദ്യം. പക്ഷേ ചില സിറ്റുവേഷൻസിലൊക്കെ ടൈം നമുക്കൊന്ന് ചേഞ്ച് ചെയ്യേണ്ടി വരും. എൻ്റെ അടുത്ത് അപ്പോൾ കുറച്ച് നേരത്തെ വന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ടിക്കറ്റ് ബുക്ക് ചെയ്തില്ല, കയറിയിട്ട് കൺവേർട്ട് ചെയ്തു AC. അപ്പോൾ ചില സമയത്ത് അങ്ങനെയാണ്, സഡൻ വരുന്ന വർക്കുകളിലൊക്കെ ചിലപ്പോൾ നമുക്ക് ടിക്കറ്റ് കൺഫേമായി കിട്ടില്ല. അപ്പോൾ കയറിയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഷിബു ശിവ മീഡിയ, ഷിബു ചേട്ടൻ. അപ്പോൾ ഷോ ഡയറക്ടറും കൊറിയോഗ്രാഫറും ചേട്ടൻ തന്നെയാണ്. അപ്പോൾ ഹൈലൈറ്റ് മാളിൻ്റെ ദ കപ്പിൾ ഓഫ് ദി ഇയർ 2026 ആരാണ് എന്ന് കണ്ടുപിടിക്കുന്നതിന് ജഡ്ജേഴ്സിൽ ഒരാൾ ഞാനുമാണ് കേട്ടോ.
അപ്പോൾ ഒരു 7:45 ഞാൻ കയറി. കാലിക്കറ്റ് ഒരു ഉച്ചയ്ക്ക് മുന്നായിട്ട് എത്തി. നേരെ ചേട്ടൻ എന്നോട് ഹൈലൈറ്റ് മാളിലേക്കാണ് വരാൻ പറഞ്ഞത്. അപ്പോൾ അവിടെ ഫിറ്റിങ്സ് നടക്കുന്നുണ്ടായിരുന്നു. ഈ കോൺടെസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഹൈലൈറ്റ് മാളിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ റീലിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു. റീലിൽ നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ നമ്പറിൽ കയറിയിട്ടാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. രജിസ്റ്റർ ചെയ്ത ആളുകളിൽ നിന്നും ചൂസ് ചെയ്ത ആളുകളാണ് ഇപ്പോൾ റാപ്പിൽ വോക്ക് ചെയ്യാൻ പോകുന്നത്. ശുഭചേട്ടനെ അസിസ്റ്റൻ്റ് ചെയ്യാനായിട്ട് ഓൾറെഡി അവിടെ ഫാജി ഉണ്ടായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് ശുഭചേട്ടൻ്റെ ഭാര്യ ജാസ്മിൻ ഉണ്ടായിരുന്നു. പിന്നെ രാജേഷ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും കൂടെ അങ്ങ് ജോയിൻ ചെയ്തു. ഒരു കോസ്റ്റ്യൂമിൻ്റെ ഫിറ്റിങ്സ് കഴിഞ്ഞു. രണ്ടാമത്തെ കോസ്റ്റ്യൂമിൻ്റെ ഫിറ്റിങ്സ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നേരെ നമ്മൾ കൊറിയോഗ്രാഫി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ബാക്ക് സ്റ്റേജ് ഇന്ന് മാനേജ് ചെയ്തത് ഫാജിയയും ജാസ്മിനുമാണ്. ബാക്ക് സ്റ്റേജ് ആരാണോ മാനേജ് ചെയ്യുന്നത് അവർക്ക് എൻ്റയർ കൊറിയോ വ്യക്തമായിട്ട് അറിയണം. കാരണം അവരാണ് ഈ പറയുന്നത് പോലെ മോഡൽസിനെ എല്ലാവരെയും കൃത്യസമയത്ത് സ്റ്റേജിലേക്ക് കയറ്റിവിടേണ്ടത്. ഇവരാരും തന്നെ പ്രൊഫഷണൽ മോഡൽസ് അല്ല, എക്സ്പീരിയൻസ് ഉള്ളവരല്ല. അപ്പോൾ ഒരുപാട് ഡൗട്ട് ഇവർക്കുണ്ട്. കപ്പിൾസാണ്, ലവേഴ്സാണ്. അപ്പോൾ ബാക്ക് സ്റ്റേജ് മാനേജേഴ്സ് കുറച്ചും കൂടെ അലേർട്ടായിരിക്കണം. കാരണം എപ്പോൾ വേണമെങ്കിലും കൊറിയോഗ്രാഫീസ് അവർ തെറ്റിക്കാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ച് കൃത്യമായിട്ട് നോട്ട് ചെയ്യും. അവരെ കൃത്യസമയത്ത് സ്റ്റേജിലേക്ക് കയറ്റി വിടേണ്ടതും ബാക്ക് സ്റ്റേജ് മാനേജേഴ്സിൻ്റെ ഒരു ഹ്യൂജ് റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മളാണ് ജഡ്ജസ്. പക്ഷേ ജഡ്ജ് വരെ റെഡിയായി, പക്ഷെ മോഡൽസ് അവിടെ. അതാണ് പഞ്ച്വാലിറ്റി അല്ലേ? അല്ലേ? അവര് പോലും എത്തിയില്ല, പക്ഷെ ജഡ്ജസ് ഇവിടെ മോഡൽസ് ക്വസ്റ്റ്യൻ റൗണ്ട് ഉണ്ടായിരുന്നു. ആക്ച്വലി ക്വസ്റ്റ്യൻസ് വെയർ ആസ്ക്ഡ് ടു ഗെറ്റ് ദ ആൻസേഴ്സ് ഫ്രം ദ പാർട്ട്നേഴ്സ്. എന്ന് വെച്ചാൽ നമ്മളൊരു പേപ്പറിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ട് ഗേൾസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഓൾറെഡി അവിടെ പേന കൊണ്ട് റിട്ടേൺ എഴുതിയിട്ടുണ്ട്. സ്റ്റേജിൽ ബോയ്സിനെ വിളിച്ചിട്ട് ജഡ്ജസ് ക്വസ്റ്റ്യൻസ് ചോദിക്കും ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തരോടും. അപ്പോൾ അവരുടെ പാർട്ട്ണറും ബോയ്സും പറയുന്നത് സെയിം ആണോ എന്ന് നോക്കും. അതായിരുന്നു ലാസ്റ്റ് റൗണ്ട്. ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആളുകളിൽ നിന്നും ₹1 പോലും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. രജിസ്ട്രേഷൻ ഫീ പോലും മേടിച്ചിട്ടില്ല. ഗ്രൂമിങ് ആയിക്കോട്ടെ, ഇവരുടെ കോസ്റ്റ്യൂം ആയിക്കോട്ടെ, കൊറിയോഗ്രാഫി ആയിക്കോട്ടെ, എല്ലാം തന്നെ ഫ്രീ ആയിരുന്നു. ഇവരുടെ കോസ്റ്റ്യൂം ഇതിനകത്തുള്ള ഷോപ്പുകൾ തന്നെയാണ് റാമ്പിൽ വോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് ആ സമയത്തേക്ക് പ്രൊവൈഡ് ചെയ്തത്. വിശ്വലത മാം, വിഷ്ണു, ഞാൻ, അങ്ങനെ 3 ജഡ്ജസാണ് ടോട്ടലി ഉണ്ടായിരുന്നത്. ഹൈലൈറ്റ് മോൾ ഫുൾ ക്യാമറ കൊടുത്തിരുന്നത് നന്ദു 10 വ്ളോഗ് എന്ന് പറയുന്നൊരു വ്ളോഗറിനായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ആളെ മീറ്റ് ചെയ്യുന്നത്. ആൾ വീഡിയോ റീൽ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് റിയലി നൈസ്. സോ ആ റീൽ ഓൾറെഡി ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡാൻസ് പ്രോഗ്രാം അല്ലാതെ തന്നെ ഓഡിയൻസിനോട് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ച് ഗിഫ്റ്റൊക്കെ കൊടുത്തു. പാട്ടും ചിലവർ പാടി കേട്ടോ. ഒരു പൂവൈക്കുള്ളിരു തൂക്കം കുലുകുലുകുലൈ சொல்லி என்னை வைத்தாய் அது தெரிந்து கூட அன்பே மனமடையேதான் எதிர்பார்க்கும் எங்கேயோ. ഫാഷൻ ഷോ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിട്ട് സെക്കൻഡ് റൗണ്ടിൽ നമുക്കൊരു സർട്ടൺ ടൈം തരും. അതിനുള്ളിൽ തന്നെ എല്ലാ മോഡൽസും ബാക്ക് സ്റ്റേജിൽ വന്നിട്ടുണ്ടായിരിക്കണം. ദർ ഈസ് നോ എക്സ്ക്യൂസ്. നമ്മുടെ ബാക്ക് സ്റ്റേജിൽ നമുക്ക് കോസ്റ്റ്യൂം അടുത്തിടാനുള്ള കോസ്റ്റ്യൂം ആയിക്കോട്ടെ, മേക്കപ്പിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അത് നമ്മുടെ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാനുള്ള ആളുകളടക്കം അവിടെ ഓൾറെഡി ഉണ്ടായിരിക്കും. ഇപ്പോൾ ഈ ഒരു ഷോനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും പുതിയ ആളുകളായതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ കുറച്ച് സമയമെടുക്കും അവർ ഇതൊന്ന് അഡാപ്റ്റ് ആവാനായിട്ട്. അത് ഓൾറെഡി ശുഭചേട്ടൻ പ്രിപ്പയർഡും ആയിരുന്നു. അപ്പോൾ ബാക്ക് സ്റ്റേജിൽ ഫാസ്റ്റ് ആക്കുന്നുണ്ടായിരുന്നു. കൂടാതെ തന്നെ ഒരു ഡാൻസ് പ്രോഗ്രാംസ് ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ലാഗ് വരാതിരിക്കാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതാട്ടോ. നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. ഫുൾ മലയാളം സോങ്സ് ആയിരുന്നു. അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയൊരു കാര്യം. മലയാളവും തമിഴുമായിരുന്നു, പക്ഷെ മലയാളം സോങ്സ് ആയിരുന്നു കൂടുതലും ഡാൻസിന് അവർ ചൂസ് ചെയ്തത്. ജഡ്ജിങ്ങിലൂടെ കപ്പിൾ ഓഫ് ദി ഇയറിനെ കണ്ടുപിടിച്ചു. February 14 എന്ന് പറയുന്നത് പ്രണയിക്കുന്നവർ ആഘോഷിക്കുന്നൊരു ദിവസമാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് എൻ്റെ ഒരു ബെറ്റർ ഹാഫിനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഐ ആം സിംഗിൾ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കതിനൊരു ആൻസർ പറയാനില്ല.
എനിക്ക് വ്യക്തമായിട്ട് അറിയാം, എനിക്കൊരു 40 വയസ്സ് ഭാവിയിലാകുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഞാൻ കൂടുതൽ ശ്രദ്ധിച്ച് അവരെ ഹെൽത്തിൻ്റെ കാര്യങ്ങളൊക്കെ ടേക്ക് കെയർ ചെയ്യേണ്ട ഒരു സമയമാണ്. ആ സമയത്ത് എനിക്കും ഹെൽത്ത് ഇഷ്യൂസ് വരാം. അപ്പോഴാണ് ജീവിതത്തിലെ ഒരു ബെറ്റർ പാർട്ട്ണർ അല്ലെങ്കിൽ വിവാഹം കഴിച്ചില്ലെങ്കിൽ ഉള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. കാരണം ആ സമയത്ത് നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണം, നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ആരും ഉണ്ടാവില്ല. നമ്മുടെ ഈ പ്രായത്തിൽ എത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ ഈ സിംഗിൾ ലൈഫും നമ്മൾ എൻജോയ് ചെയ്യാൻ തുടങ്ങും, അതിൽ കംഫേർട്ട് ആവാൻ തുടങ്ങും. അതുകൊണ്ട് അറിയില്ല. പക്ഷെ 40കൾ കഴിയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരാൻ തുടങ്ങും. അപ്പം നമുക്ക് ഫൈനാൻഷ്യലി കുഴപ്പമില്ലാത്തൊരു കണ്ടീഷനാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു മെയ്ഡിനെയൊക്കെ വയ്ക്കാം. പക്ഷേ അവർ വന്ന് കുക്ക് ചെയ്ത് തരും, ബാക്കി കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചെയ്തു തന്നിരിക്കാം. പക്ഷേ എമോഷണലി നമ്മൾ ഒറ്റപ്പെടുമ്പോഴോ വിഷമിക്കുമ്പോഴോ അവർക്ക് ആശ്വാസം തരാൻ പറ്റണമെന്നില്ല, ഒരു പാർട്ട്ണർ തരുന്നത് പോലെ. ഒരു 1ൽ കൂടുതൽ വർഷം, അറൗണ്ട് ഒരു മോർ ദാൻ 3 ഇയേഴ്സ് ഒരു മെൻ സിംഗിളായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ എനി റീസൺ പോസിറ്റീവായിട്ടുള്ള, മേ ബി ഫാമിലി, മേ ബി ജോബ് റീസൺ, അല്ലെങ്കിൽ ഒരു കറക്റ്റ് പാർട്ട്ണറിനെ എനിക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റിയില്ല, എന്നെപ്പോലെ ചിന്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരിൽ നിന്ന് ഒരാളെ ആയിരിക്കും ഞാൻ ചൂസ് ചെയ്യുക. വരികയാണെങ്കിൽ ഭാവിയിലെ കാര്യമാണ് പറയുന്നത്. Time for you to announce who is the winner of the show. Yeah, the highlight couple of the year winner goes to just number 1. Just number 1. Woo! That was a beautiful couple. Let's hear that in applause. സമ്മാനങ്ങൾ തീർന്നിട്ടില്ല. And they're gonna have വിന്നർ അനൗൺസ്മെൻ്റൊക്കെ കഴിഞ്ഞു. അതിനുശേഷം 3 ജഡ്ജേഴ്സിനും ടോക്കൺ ഓഫ് അപ്രീസിയേഷനായി ട്രോഫി തന്നു. സോ ഐ എം റിയലി ഹാപ്പി ടു പാർട്ട് ഓഫ് ദിസ് ഇവൻറ്റ്. ത്രൂ ദിസ് I learned that if we choose a career as a profession, if we have experience and patience always pay off. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമുക്ക് ഇൻഡിവിജ്വലായിട്ടുള്ള ഒരു പെർഫെക്റ്റ് വീഡിയോസും ഫോട്ടോസും കിട്ടണമെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫറിനെയും കൂടി ഒന്ന് വിളിക്കുന്നത് നല്ലതാണ് എന്നൊരു ഡിസിഷനിലേക്ക് ഞാൻ എത്തി. അപ്പോൾ ഇന്ന് വരേണ്ട ഫോട്ടോഗ്രാഫറിന് ഓൾറെഡി ഒരു വർക്ക് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഷോയുടെ ടൈമിൽ എത്താൻ പറ്റുമെന്നൊരു കോൺഫിഡൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പുള്ളിക്കാരൻ കൺഫർമേഷൻ പറഞ്ഞത്. പക്ഷേ ആ ടൈമിലാക്ക് വരാൻ പറ്റിയില്ല. സോ ഒരു വ്ളോഗിൽ ഒതുക്കേണ്ടി വന്നു. പിന്നെ നന്ദു എന്ന് പറയുന്ന വ്ളോഗർ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് നല്ലൊരു ഫുട്ടേജ് കിട്ടി. എപ്പോഴും ഷോ കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഡിന്നർ ഉണ്ടാവും. ചില സമയങ്ങളിൽ ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ഫങ്ഷൻ ആണെങ്കിൽ നമ്മൾ പുറത്തുനിന്നായിരിക്കും കഴിക്കുക. അങ്ങനെ ശിവചേൻ്റെ വക നല്ലൊരു ഡിന്നർ ഉണ്ടായിരുന്നു കാലിക്കറ്റിൽ നിന്ന്. നല്ല വിശപ്പുണ്ടായിരുന്നു. ഫുഡ് കഴിച്ച് തീർന്നതറിഞ്ഞില്ല. അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ എടുത്ത് ഷെയർ ചെയ്ത് നമ്മളെല്ലാവരും കഴിച്ചു. നാളെ പ്രീതി സിൽക്സിൻ്റെ ഒരു ഇനോഗ്രേഷനോടനുബന്ധിച്ച് ഒരു ഫാഷൻ ഷോ ഉണ്ട് കുറ്റിയാടിയിൽ വെച്ചിട്ട്. കാലിക്കറ്റിൽ നിന്ന് 3 പേരാണുള്ളത്. ഫാജിയ നാളെ വരും. അപ്പം ഞങ്ങൾ 2 മോഡൽസും ശുഭിച്ചേട്ടനും കുറ്റിയാടിയിലേക്ക് അന്ന് രാത്രി തന്നെ പോയി. ലൊക്കേഷനിലോട്ട് അവിടെ നാളത്തെ വർക്ക് എവിടെയാണ്? കുറ്റിയാടിയിലേടാ, കുറ്റിയാടിയിലാണ് വർക്ക്. അപ്പം നമ്മൾ നേരെ അങ്ങോട്ട് നിന്ന് പോവാം. എനിക്ക് തോന്നുന്നു 9 വർഷം എടുക്കുകയാണ് ചേട്ടൻ വീട്ടിൽ വരുന്നത്. സത്യം. ഹായ് സ്വീറ്റി. നാച്ചുറൽ ബ്യൂട്ടി ആയിട്ട് പിന്നെ മേക്കപ്പിൻ്റെ ആവശ്യമില്ല. സത്യം. നോക്ക്, മോഡൽ വല്ല ആവും പ്ലാൻ ഉണ്ടോ? ഞങ്ങളല്ലെങ്കിൽ എന്ത് പാറ്റി ഇടുമോന്ന് ചുമ്മാട്ടോ. അവൾ ബാക്ക് സ്റ്റേജൊക്കെ നന്നായിട്ട് മാനേജ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ മോഡൽസ് വളരെ സുരക്ഷിതരായി നടക്കുന്നല്ലേ. കൊറിയായിരുന്നാലും ബാക്കി എല്ലാ കാര്യങ്ങളും ബാക്കിയിരുന്ന് മാനേജ് ചെയ്യുന്നത് ജാസിനുമാണ്. അതെ അതെ അതെ. അപ്പോൾ ശരി. അപ്പോൾ അടുത്ത വിശേഷങ്ങളൊക്കെ പതുക്കെ വേടമൊത്തേ. വ്ളോഗ് എടുക്കുന്നത് പോലെ തന്നെ എഡിറ്റിങ്ങിന് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരി, അടുത്ത വ്ളോഗിൽ കാണാം.